കാഴ്ചയിൽ ശാന്തമായി കിടക്കുന്ന കയം, പാറക്കൂട്ടങ്ങളിലൂടെ തട്ടിത്തെറിച്ച് കയത്തിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിൻ്റെ സീൽക്കാരം. ചുറ്റോടു ചുറ്റും ഉരുളൻ കല്ലുകളും മരങ്ങളും വള്ളിപ്പടർപ്പുകളുമായി പ്രകൃതിയൊരുക്കിയ ദൃശ്യചാരുത. ഒറ്റനോട്ടത്തിൽ ഇങ്ങനെയൊക്കെ തോന്നുമെങ്കിലും അപകടം നിറഞ്ഞ കയങ്ങളാണ് ഓരോന്നും. വിനോദസഞ്ചാരികളുടെ ഇഷ്ടയിടങ്ങളിലൊന്നാണ് വെള്ളച്ചാട്ടങ്ങൾ. കടപ്പുഴയാറ്റിൽ പാലത്തിന് മുകൾ ഭാഗത്തുള്ള കയങ്ങളിലായിരുന്നു ആദ്യകാലങ്ങളിൽ സഞ്ചാരികൾ എത്തിയിരുന്നത്. ഇവിടെ അപകട മരണങ്ങളുണ്ടായതോടെ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയും പിന്നീട് പാലത്തിന് താഴ്ഭാഗത്തെ കയം വിനോദസഞ്ചാരികളുടെ ഇഷ്ടയിടമായി മാറുകയുമായിരുന്നു. ഇക്കഴിഞ്ഞ 7 മാസത്തിനുള്ളിൽ 2 അപകട മരണങ്ങളാണ് ഇവിടെ ഉണ്ടായത്. കൊല്ലം ശൂരനാട് സ്വദേശി ഹാറൂണാണ് ഏറ്റവും ഒടുവിൽ ഈ കയത്തിൽ മുങ്ങി മരിച്ചത്. അപകട സാധ്യത മനസ്സിലാക്കാതെയാണ് പലരും ഇവിടെ എത്തുന്നത്. പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം പാറകൾക്കിടയിൽ കെട്ടിക്കിടക്കുന്നതിനാൽ വെള്ളത്തിന് അസഹനീയമായ തണുപ്പാണ് അനുഭവപ്പെടുന്നത്. അബദ്ധത്തിൽ താഴ്ന്നു പോയാലും കൈകാലുകൾ പെട്ടെന്ന് മരവിക്കും. പാറക്കെട്ടുകൾക്കുള്ളിൽ കാലുടക്കി അപകടത്തിൽപ്പെടുന്നതിനുള്ള സാധ്യതയും ഇവിടെയുണ്ട്. വഴുവഴുപ്പുള്ളതിനാൽ പാറക്കൂട്ടങ്ങളിൽ പിടിച്ചു കയറി രക്ഷപ്പെടാനും കഴിയില്ല. പുറത്തുനിന്നെത്തുന്ന വിനോദസഞ്ചാരികൾ നാട്ടുകാരുടെ നിർദ്ദേശങ്ങൾ അവഗണിക്കുന്നതും പതിവാണ്. പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളുടെ ലിസ്റ്റിൽപ്പെടാത്ത ഇടങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ മാത്രമാണുള്ളത്. എന്നാൽ കടപ്പുഴയാറ്റിലെ കയത്തിൽ മുന്നറിയിപ്പ് ബോർഡുകളും പലപ്പോഴും ഉണ്ടാവാറില്ല. രക്ഷാപ്രവർത്തനം വൈകുന്നത് അപകടത്തിൻ്റെ ആക്കം വർദ്ധിപ്പിക്കും. മേഖലയിൽ മൊബൈൽ നെറ്റ്വർക്ക് സിഗ്നലുകളുടെ ലഭ്യതക്കുറവുള്ളതിനാൽ അപകട വിവരം പുറത്തറിയിക്കാനും വൈകും. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾ അപകട സാധ്യത തിരിച്ചറിഞ്ഞ് സ്വയം നിയന്ത്രിക്കുകയാണെങ്കിൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ കഴിയും. ഒപ്പം പ്രദേശവാസികളുടെ നിർദ്ദേശങ്ങളും പുറത്തുനിന്നെത്തുന്ന വിനോദസഞ്ചാരികൾ അനുസരിക്കേണ്ടതായുണ്ട്.